ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ഒരു പുഴയുടെ സെൻറ്റർ ഭാഗത്താണ്. അതായത് കാവേരി സംഗമ എന്ന് പറയും. അതായത് കാവേരി നദിയും അർക്കാവതി നദിയും തമ്മിൽ സംഗമിക്കുന്ന ഒരു സ്ഥലമാണിത്. ബാംഗ്ലൂരിൽ നിന്ന് ഒരു 100 കിലോമീറ്ററാണ് ഈ ഒരു സ്ഥലത്തേക്കുള്ളത്. വേനൽക്കാലമായതിനാലാണ് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് നടന്നു വരാൻ സാധിക്കുന്നത്. മുന്നിലായി ഒരു മരം ഒഴുകി വന്നത് കാണാം. മഴക്കാലത്ത് എത്രമാത്രം വെള്ളം ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ പൊങ്ങി നിൽക്കുന്ന പാറകളൊന്നും ആ ഒരു സമയത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ പുഴയിലേക്ക് ഇറങ്ങുന്നതും അസാധ്യമാണ്. ബാംഗ്ലൂരിൽ നിന്ന് വൺ ഡേ ട്രിപ്പിന് പോകാൻ പറ്റിയ സ്ഥലങ്ങളിലൊന്നാണ് ഈ ഒരു കാവേരി സംഗമം. ബാംഗ്ലൂരിൽ നിന്ന് രാവിലെ പുറപ്പെട്ടതാണ്. ഏകദേശം 100 കിലോമീറ്ററിലധികം ദൂരമുണ്ട് ഈ ഒരു സ്ഥലത്തേക്ക്. സംഗമ എന്ന സ്ഥലം കാണാനാണ് ഇന്നത്തെ യാത്ര. സംഗമ കൂടാതെ ചുഞ്ചി ഫാൾസ്, അതുപോലെ മെക്കഡാട്ടു എന്നുള്ള സ്ഥലങ്ങളിലേക്കും പോകാൻ പ്ലാനുണ്ട്. ഇവിടെ നിന്ന് ഇനി ഒരു 15 കിലോമീറ്ററാണ് സംഗമ എന്ന സ്ഥലത്തേക്ക് ഉള്ളത്. കർണാടകയുടെ ഉൾഗ്രാമങ്ങളിലൂടെയാണ് യാത്ര. ഈ യാത്രയിൽ കണ്ട മറ്റൊരു മനോഹരമായ കാഴ്ച പട്ടുനൂൽ കൃഷി. ഒരു കുടുംബത്തിലെ അംഗങ്ങളെല്ലാവരും ചേർന്ന് പട്ടുനൂൽ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന മനോഹരമായ കാഴ്ച. കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഈ ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. പരമ്പരാഗതമായ രീതിയിലാണ് ഇവരുടെ ഈ ഒരു കൃഷി രീതി. കർണാടകയിലെ ഒരു ഉൾഗ്രാമം. കൂടുതൽ വീടുകളും ഓടുമേഞ്ഞതാണ്. പുതുതായി വരുന്ന കോൺക്രീറ്റ് വീടുകളും കാണാം. ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം എന്ന് പറയുന്നത് കൃഷിയാണ്. പട്ടുനൂൽ കൃഷി, കന്നുകാലി വളർത്തൽ, അതുപോലെ മറ്റുള്ള കൃഷികളിലുമാണ് ഇവരുടെ പ്രധാന വരുമാന മാർഗം. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു ഫോറസ്റ്റിൻ്റെ ഭാഗത്തെത്തി. ഇവിടെ നമ്മുടെ വണ്ടി നമ്പർ, ഫോൺ നമ്പറൊക്കെ രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷം വീണ്ടും യാത്ര തുടർന്നു. വീതി കുറവാണെങ്കിൽ വളരെ മനോഹരമായ റോഡ്. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു അടിപൊളി സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ മുന്നേ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇത് ഫുൾ പച്ച പുല്ലുകൾ നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ വേനൽക്കാലമായതിനാൽ ഡ്രൈ ആയിട്ട് കിടക്കുന്നു. എങ്കിലും അതിന് മറ്റൊരു ഭംഗിയാണ്. വളരെ വിശാലമായ ഒരു സ്ഥലമാണിത്. അകലെ മലനിരകൾ കാണാം. മൊട്ടക്കുന്നുകൾ നിറഞ്ഞ വിശാലമായ സ്ഥലം. ഇനി നമ്മൾക്ക് ഈ ഒരു മല ഇറങ്ങിയിട്ട് വേണം താഴേക്ക് പോകാനായിട്ട്. ഈ ഒരു റോഡ് കുറച്ച് അപകടം പിടിച്ചതാണ്. ഹെയർപിൻ വളവുകളൊക്കെ ഉള്ള ഒരു റോഡാണിത്. വളരെ ശ്രദ്ധിച്ച് വേണം വാഹനം ഓടിക്കാൻ.
എന്നാൽ രണ്ട് സൈഡിലുമുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ്. ഇവിടെയുള്ള മരങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മളിപ്പോൾ ഏകദേശം ആ ഒരു കാവേരി സംഗമം എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പയ്യനും ഒരു ചേച്ചിയും കൂടി വടിയൊക്കെ പിടിച്ച് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നത് കണ്ടില്ലേ? ഇത് ഇവരുടെ ഒരു കച്ചവട തന്ത്രമാണ്. ഇവിടെ നിർത്തിയാൽ അവരുടെ കടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമല്ലോ, അതിനു വേണ്ടിയുള്ള ഒരു തന്ത്രം. മുന്നോട്ട് പോകുമ്പോൾ രണ്ട് സൈഡിലായിട്ട് കുറേ കടകൾ കാണാം. ഇവിടെ ഈ പുഴയിൽ നിന്ന് പിടിച്ച ഫ്രഷായിട്ടുള്ള മീനുകൾ ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ മറ്റു പല ഫുഡുകളും കിട്ടും. മുന്നിലായി ഒരു ഹോട്ടലുണ്ട്. ഇവിടെ ഹോട്ടൽ ബുക്ക് ചെയ്ത് വരുന്നവരുണ്ട്. ഒരു ദിവസം 2 ദിവസമൊക്കെ സ്റ്റേ ചെയ്ത് എൻജോയ് ചെയ്ത് പോകുന്ന ആൾക്കാരും ഉണ്ട്. മുന്നിലായി കുറേ കുട്ടവഞ്ചികൾ വെച്ചത് കാണാം. ഓഫ് സീസൺ ആയതുകൊണ്ടാണ് ഇതൊന്നും ഇപ്പോൾ ഉപയോഗിക്കാത്തത്. ഇവിടെ വരുന്നവർക്ക് കുട്ടവഞ്ചി സവാരിയും നടത്താവുന്നതാണ്. മുന്നിലായി പാർക്കിംഗ് ഏരിയ കാണാം. ഇവിടെ മുന്നിലായിട്ട് തന്നെ വലിയ പുഴ കാണുന്നില്ലേ, അതാണ് കാവേരി സംഗമം എന്ന് പറയുന്നത്. ഇവിടെയും ചേച്ചിമാർ കച്ചവടം നടത്തുന്നത് കാണാം. ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന പുഴയാണ് അർക്കാവതി. ആ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കാവേരി നദി. ഈ ഒരു സ്ഥലമാണ് കാവേരി സംഗമം എന്ന് പറയുന്നത്. പുഴയിൽ ഇപ്പോൾ വെള്ളം വളരെ കുറവാണ്. ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ പുഴയിലേക്ക് ഇറങ്ങി നടന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്കൊക്കെ പോകാൻ കഴിയും. ഇത് കാവേരി നദിയുടെ ഭാഗമാണ്. ഇവിടെ അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. ഇവിടെയുള്ള മരങ്ങളൊക്കെ കണ്ടില്ലേ? മരങ്ങൾ മണ്ണൊലിപ്പ് തടയുന്നു എന്നുള്ളതിന് ഒരു വ്യക്തമായ ഉദാഹരണം ഇവിടെ കാണാം. ഇവിടെ ഈ വെള്ളത്തിൽ മരത്തിൻ്റെയും മൗണ്ടൻ്റെയും റിഫ്ലക്ഷൻ നോക്കൂ, നല്ല ഭംഗിയില്ല. ഇവിടെയുള്ള ഈ മരത്തിൻ്റെ വേര് നോക്കൂ, അതിൻ്റെ കൊമ്പിനേക്കാൾ എത്രയോ വലുപ്പമുള്ള വേരാണ് ആ മരത്തിന്. സീസൺ ആയാൽ ഈ ഒരു സ്ഥലത്തൊക്കെ കൊട്ടവഞ്ചി സവാരിയൊക്കെ നടത്തുന്ന സ്ഥലമാണ്. ഇവിടെയുള്ള മരങ്ങളുടെയൊക്കെ അടിഭാഗം കാണാൻ ഭയങ്കര ഭംഗിയാണ്. നിറയെ വേരുകൾ നിറഞ്ഞ് നിൽക്കുന്നത് കാണാം. ഇവിടെ ഒരു പുള്ളിക്കാരൻ പുഴ കടന്ന് നടന്നു വരുന്നത് കാണാം. വെള്ളം എവിടെയാണെന്ന് കുറവെന്ന് പുള്ളിക്ക് നന്നായിട്ട് അറിയാം. ഈ പുഴയിൽ എല്ലായിടത്തും വെള്ളം കുറവല്ല. ചില സ്ഥലങ്ങളിൽ നല്ല വെള്ളവും ചില സ്ഥലത്ത് വെള്ളം കുറവുണ്ട്. അത്തരം സ്ഥലം നോക്കിയിട്ട് വേണം അപ്പുറത്തേക്ക് കിടക്കാനായിട്ട്. നോക്കി എന്ത് കൂളായിട്ടാണ് പുള്ളി നടന്നു പോകുന്നത്.
ഇനി നമുക്ക് പുഴയിലൂടെ അപ്പുറത്തെ ഭാഗത്തേക്ക് കിടക്കാം. ഇവിടെ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത് എത്ര നല്ല വീതിയുണ്ടെന്ന്. കാണുന്നത് പോലെയല്ല, നല്ല വീതിയുള്ള പുഴയാണ്. എന്തിനാണ് എല്ലാവരും അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ, ഇതിനടുത്തായിട്ട് മറ്റൊരു സ്ഥലമുണ്ട്, മെക്കഡാട്ടു. അതായത് ഫോറസ്റ്റിനകത്താണ്. നമ്മുടെ വണ്ടി കൊണ്ട് അവിടത്തേക്ക് പോകാൻ പറ്റില്ല. ഇവരുടെ തന്നെ ഒരു വണ്ടിയുണ്ട്, അതിൽ കയറിയിട്ട് വേണം ആ സ്ഥലം കാണാൻ പോകാനായിട്ട്. ഈ മെക്കഡാട്ടു എന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ അർക്കാവതി നദിയും കാവേരി നദിയും ഒരുമിച്ച് ചേർന്ന് താഴോട്ടേക്ക് പോകുന്നു. അപ്പോൾ അവിടെ ഒരു മലയിടുക്കിലൂടെ ചെറിയൊരു ഏരിയയിലൂടെ ഈ പുഴ പോകുന്നുണ്ട്. ആ ഒരു സ്ഥലമാണ് ഈ മെക്കഡാട്ടു എന്ന് പറയുന്നത്. ചെറിയൊരു മലയിടുക്കിലൂടെയുള്ള ഈ പുഴയുടെ ഒഴുക്കാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുക. വളരെ അപകടം പിടിച്ച ഒരു സ്ഥലം കൂടിയാണത്. അടുത്ത വീഡിയോയിൽ ഞാൻ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു കാവേരി സംഗമ കാഴ്ചകളൊക്കെ കാണാം. മുന്നിലായി ഒരു ട്രാവലറും മിനി ബസ്സും നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. അതിൽ കയറിയിട്ട് വേണം നമുക്ക് ഈ മെക്കഡാട്ടു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനായിട്ട്. 60 രൂപ ടിക്കറ്റാണ്, അപ്പ് ആൻഡ് ഡൗൺ ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. മഴക്കാലത്ത് ഈ ഒരു ഭാഗത്തൊക്കെ വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലമാണ്. എത്രമാത്രം വലിയ പുഴയാണ് ഇതെന്ന് നോക്കൂ. ഇവിടെ 2 പേര് ഇരിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് ടിക്കറ്റ് വാങ്ങിയിട്ട് വേണം നമുക്ക് ആ മെക്കഡാട്ടു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട്. ട്രാവലർ ഇപ്പോൾ ഇവിടെ നിന്നാണ് സർവീസ് നടത്തുന്നത്. ഇപ്പോൾ വേനൽക്കാലമായതിനാലാണ് ഇവിടെ നിന്ന് സർവീസ് നടത്തുന്നത്. മഴക്കാലമായാൽ അവിടെയുള്ള ഒരു പാലം കയറി അപ്പുറത്തെ സൈഡിൽ നിന്ന്, അതായത് പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു സൈഡിൽ നിന്ന് ഈ സർവീസ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ എല്ലാവരും പുഴ കടന്ന് ഈ ഒരു സൈഡിലേക്ക് വന്ന് ഈ വണ്ടിയിൽ കയറിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ. ഞാൻ ബസ് അടുത്തേന്ന് വിചാരിച്ചു.